മക്കളെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിൻ്റെ ബുക്ക് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, കഴിഞ്ഞ വർഷം മാറി വന്ന ബുക്കാണ്. വളരെ രസകരമായിട്ട് പഠിച്ചു പോകാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ബുക്കാണ്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് ആദ്യം നോക്കാം. കഥകളും കവിതകളും നിറഞ്ഞ മനോഹരമായ ചിത്രങ്ങളൊക്കെ അടങ്ങിയ നല്ല ബുക്കാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. ധൂപ് ആ ഗയി എന്നാണ് ആദ്യ കവിത. ടോമി ഓർ മേം എന്ന കഹാനി, പിള്ള എന്ന കവിത, പിന്നെ ചിടിയാക്ക ഗർ കവിത, വിചിത്ര ജീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രകഥ, പേടുക്ക ജാദു കഹാനിയാണ്, കഥയാണ് പേടുക്ക ജാദു എന്നത്. വർഷ ആയി എന്ന് പറഞ്ഞിട്ട് മനോഹരമായ ഒരു കവിത. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങാം. അക്ഷരം അറിയാത്ത മക്കളാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. എന്താണ്, അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ആദ്യം തന്നെ നമ്മളിവിടെ കാണുന്നത് ഏതക്ഷരമാണ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ അക്ഷരമാണ് ന. ഏതാണ് ഈ അക്ഷരം? ഇത് ന എന്നാണ് വായിക്കുന്നത്. ന. ഇത് മലയാളത്തിലൊക്കെ നമ്മൾ ദീർഘം ഇങ്ങനെ അങ്ങനെ നീട്ടി പറയൂലേ, ഇങ്ങനെ ദീർഘം. അതാണ് ഈ വരയായിട്ട് ഇവിടെ ഇട്ടത് ഞാൻ്റെ അടുത്ത്. പിന്നെ അടുത്തത് മായാണ്. ഈ അക്ഷരം എന്താണ്? മ. ഇത് ഒന്നിച്ച് വരുമ്പോൾ നാം എന്നാണ് വായിക്കുന്നത്. നാം. ഈ മാ എന്ന് തന്നെ ഉച്ചരിക്കുന്നില്ല. നാം എന്നാണ് നമ്മളിവിടെ വായിക്കുക. ഓക്കെ, അതായത് ഈ മാ എന്ന അക്ഷരത്തിന് ഇപ്പുറത്ത് വരയോ ദീർഘമോ ഒന്നുമില്ല അല്ലേ. സോറി, വര എന്ന് പറഞ്ഞാൽ ദീർഘത്തിനെയാണ്. ഇവിടെ അങ്ങനെ നമ്മളിവിടെ കണ്ടില്ല വര, അതുപോലെ ഇവിടെ ദീർഘമൊന്നുമില്ല. അങ്ങനെ മാ എന്ന അക്ഷരം ഒറ്റയ്ക്ക് വരുമ്പം അതിനെ നമ്മൾ മറ്റക്ഷരത്തിൻ്റെ അപ്പുറത്തുള്ള അക്ഷരത്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് നാം എന്നാണ് നമ്മൾ അവിടെ ഉച്ചരിക്കുക. ഓക്കെ, നാം എന്ന് പറയും. അതുപോലെ തന്നെ അടുത്തത് കക്ഷ. ഇത് ക എന്ന അക്ഷരമാണ്. എന്താണ്? കക്ഷ പറഞ്ഞാൽ ക്ലാസ്. കക്ഷ പറഞ്ഞാൽ എന്താണ്? ക്ലാസ്. നാം പറഞ്ഞ പേര്, നിങ്ങളുടെ പേരെന്താണ് അതാണ് ഇവിടെ എഴുതേണ്ടത്. നിങ്ങളുടെ പേര് നിങ്ങൾ ഹിന്ദിയിൽ എഴുതാൻ പഠിക്കണം. നാം എന്നാൽ എന്താണ്? പേരാണ്. കക്ഷ എന്ന് പറഞ്ഞ ക്ലാസ്. നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണെങ്കിൽ ഇവിടെ എന്ത് എഴുതണം? പാഞ്ച്വീം. 5ാം ക്ലാസ്സിലല്ലേ ഇപ്പം നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ എഴുതുക? കക്ഷ പാഞ്ച്വീം എന്ന് എഴുതണം. പ എന്നാണ് ഈ അക്ഷരം. പ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് പ. ഓക്കെ, പിന്നെ ഇത് പാന്നായി. പാ. പിന്നെ ഇവിടെ ചന്ദ്രക്കലയും കുത്തും. ചന്ദ്രക്കല ഇങ്ങനെ ഇടുക, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കുത്ത് വരും. അതാണ് പാം. അപ്പോൾ പാം എന്നായി. അടുത്തത് ച. ഇതാണ് ച. കണ്ട? പാഞ്ച്. പിന്നെ അടുത്തത് പാഞ്ച് വീം. ഇത് വ എന്ന അക്ഷരമാണ്. വ. ഇതാണ് വ എന്ന അക്ഷരം. ഓക്കെ, വ. ഇനി ഇതിന് ഈ ചിഹ്നം ഇടുക, പിന്നെ ഇവിടെ ഒരു ഡോട്ട് ഇടുക. അപ്പം എന്തായി? പാഞ്ച്വീം. ഇതിനെ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് എഴുതിയതിന് ശേഷം ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇതിവിടെ ഡോട്ടാണ് കേട്ടോ, അത് വലിച്ചപ്പോൾ വരുന്നതാണ്. എന്താണ് ഇവിടെ? പാഞ്ച്വീം. എന്താണ് ഇത് വായിക്കുന്നത്? പാഞ്ച്വീം. കക്ഷ 5ാം ക്ലാസ്. സ്കൂൾ. നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് ആ സ്കൂളിൻ്റെ പേരാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അത് നിങ്ങൾ 5ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് ടീച്ചർ നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞുതരാം. ഓരോ കുട്ടികളും ഓരോ സ്കൂളായിരിക്കില്ല പഠിക്കുക. നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് അറിയുന്നത് നിങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കൂളിൻ്റെ പേര് ഇവിടെ എഴുതുക. നിങ്ങളുടെ സ്വന്തം പേരും അതുപോലെ തന്നെ നിങ്ങൾ എഴുതാൻ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാനുള്ള എന്താണ്? ദുലാരേ പൽ. ദുലാരേ. ദ. ഇതെന്താണ് അക്ഷരം? ദ. നമ്മൾ ആദ്യം അക്ഷരം പഠിച്ചിട്ടാണ് പോണത് അല്ലേ. അക്ഷരങ്ങൾ വായിച്ച് പഠിച്ചിട്ടാണ് പോണത്. ആദ്യം തന്നെ നന്നായിട്ട് അക്ഷരങ്ങളും ചിഹ്നങ്ങളും പഠിച്ച് നന്നായിട്ട് വായിക്കാൻ പഠിക്കുക. വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഹിന്ദിയിൽ രക്ഷപ്പെട്ടു. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. വായിക്കാൻ പഠിച്ചാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചോളും. ഓക്കെ, ഇതാണ് ദ എന്ന്. ദ. ഇനി ഊച്ചിന. ദു. ഇത് ലായാണ്. ലാ. ദുലാരേ. ലാ. ഇത് ലാ എന്ന അക്ഷരം. ലാക്ക് ദീർഘം. ദുലാ. പിന്നെ ഇതെന്താണ്? ര.
ഇത് രാ എന്ന അക്ഷരമാണ് കേട്ടോ. ഏതാണ് ഈ അക്ഷരം? രാ. ഈ അക്ഷരം ഏതാണ്? രാ. രാ എന്ന അക്ഷരമാണിത്. രാക്ക് എ ചിഹ്നം കൊടുക്കുക. ദുലാരെ. ദുലാരെ. എ ചിഹ്നമാണ്. മുകളിൽ ഇങ്ങനെ ഒരു വര ഉണ്ടോ? അതാണ് എ ചിഹ്നം. ദുലാരെ. ഇത് ഏതൊരക്ഷരത്തിൻ്റെ മുകളിലും ഇങ്ങനെ ഒരു വര വരികയാണെങ്കിൽ അതിനെ എ എന്നാണ് ഉച്ചരിക്കുക. കായാണ് വന്നതെങ്കിൽ കെ. എ ചിഹ്നമാണിത് കേട്ടോ. അത് എ ചിഹ്നമാണ്. അപ്പോൾ ഇവിടെ ക എന്നതിന് മുകളിൽ ഇങ്ങനെയാണ് കാ എഴുതുന്നത്. ഇങ്ങനെ വരയ്ക്കുക, ഇപ്പുറത്തേക്ക് ഇങ്ങനെ എടുക്കുക, അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ എടുക്കുക, മുകളിൽ വരയ്ക്കുക. അതാണ് എന്ത്? ക. ഈ ക എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ചിഹ്നം ഇങ്ങനെ കൊടുത്തെന്ന് വിചാരിക്കുക. ഇത് എന്താണ്? എ ചിഹ്നമാണ് അല്ലേ? ഇത് കായാണ്. അപ്പം മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ എങ്ങനെ വായിക്കും? കെ. മനസ്സിലായോ? എ ചിഹ്നം എഴുതിയിട്ട് കാന്ന് മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ കെ എന്നല്ല വായിക്കുക. എ ചിഹ്നം എഴുതി പിന്നെ എന്തെഴുതി? കാന്നു എഴുതി. അപ്പം എന്ത് വായിക്കും? അത് കെ എന്നാണ് വായിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദിയിലും ക എന്ന അക്ഷരം എഴുതിയിട്ട് മുകളിലാണ് നമ്മൾ എ ചിഹ്നം കൊടുക്കുന്നത്. മുകളിൽ കണ്ടോ? ഇവിടെ മുകളിൽ കൊടുത്തത് കണ്ടോ? അതുപോലെ ഏതൊരക്ഷരത്തിൻ്റെയും മുകളിൽ ഇതുപോലെ ഒരൊറ്റ വര വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എ ചിഹ്നം കൂട്ടിയിട്ടാണ് നിങ്ങൾ വായിച്ച് പഠിക്കേണ്ടത്. ക എന്ന അക്ഷരത്തിന് മുകളിൽ വന്നപ്പോൾ കെ. മ എന്ന അക്ഷരമാണ് നമ്മൾ ഇവിടെ എന്ന് വിചാരിച്ചോ? മ നേരത്തെ നമ്മൾ പഠിച്ചല്ലോ അക്ഷരം. മ എന്ന അക്ഷരമാണ് എങ്കിൽ അതിൻ്റെ മുകളിൽ ചിഹ്നമുണ്ട്. എന്ത് വായിക്കും? മേ. അല്ലേ? മേ എന്ന് വായിക്കും. ഓക്കെ. ഇനി പ. പ പിന്നല്ല പൽ. എന്താണിത്? പൽ. പായും അതുപോലെ തന്നെ ലായും. പല എന്ന് വായിക്കില്ല. പല എന്ന് വായിക്കണമെങ്കിൽ ഇപ്പുറത്ത് ചിഹ്നം വേണം. ഇങ്ങനത്തെ വര ഉണ്ടല്ലോ, അങ്ങനെ ഒരു വര, അത് വേണം. എങ്കിലാണ് അതിനെ പല എന്ന് വായിക്കുകയുള്ളൂ. ഇവിടെ ചിഹ്നങ്ങളൊന്നുമില്ലാതെ അക്ഷരം മാത്രം നിൽക്കുകയാണെങ്കിൽ, ല എന്ന അക്ഷരം മാത്രമാണുള്ളതെങ്കിൽ അത് ഇൽ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ പ ഈ ല എന്തായിട്ട് വായിച്ചു? ഇൽ എന്ന് വായിച്ചപ്പോൾ പൽ. ഓക്കെ. ദുലാരേ പൽ. എന്താണ്? ദുലാരേ പൽ. ഇനി ദുലാരേ പൽ. അതിന് താഴെ മനോഹരമായ ചിത്രങ്ങൾ കണ്ടോ? പൂമ്പാറ്റയും പൂവും ഒക്കെ നല്ല മനോഹരമായ ചിത്രങ്ങളുണ്ട്. തത്തമ്മ, അതുപോലെ തന്നെ എന്താണ്? തെങ്ങുകൾ. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കവിതയാണ് ധൂപ് ആ ഗയി. പ്രയാഗ് ശുക്ലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ആരാണ് ഈ കവിത എഴുതിയത്? പ്രയാഗ് ശുക്ല. ധൂപ് ആ ഗയി. ധൂപ് ഇത് ദ എന്ന അക്ഷരമാണ്. ഓക്കെ. ഇത് ധ എന്ന അക്ഷരമാണ്. ഇത് പ എന്ന അക്ഷരമാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പുറത്ത് ചിഹ്നം ഇല്ലെങ്കിൽ അതിനെന്താ വായിക്കുക? പാന് പ് എന്നാണ് വായിക്കുന്നത്. ധൂപ്. ധൂപ് എന്താണ്? ധൂപ്. ധൂപ് ആ ഗയി. ധൂപ് ആ ഗയി. ഇത് ആ എന്ന അക്ഷരമാണ് കേട്ടോ. ഇതാണ് ആ എന്ന അക്ഷരം. ആ. ഗയി. ഗയി ഗ. അങ്ങനത്തെ ഗ. ധൂപ് ആ ഗയി. ഇങ്ങനത്തെ ഗായാണ്. സോറി, അങ്ങനെ വളഞ്ഞിട്ട് വരണത് ഗ. ഉണ്ടോ? ധൂപ് ആ ഗയി. അതാണ് നമുക്ക് പഠിക്കാനുള്ള കവിത. പ്രയാഗ് ശുക്ലിൻ്റെ കവിതയാണ്. നമുക്ക് ഈ 4 വരി ഒന്ന് വായിച്ചു നോക്കാം. 4 വരി വായിച്ചു നോക്കാം. ഇതിൻ്റെ മീനിങ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് പറയുക. ഇപ്പം നമ്മൾ വായന മാത്രമാണ് നോക്കുന്നത്. ധൂപ് ആ ഗയി. ധൂപ് നേരത്തെ നമ്മളിത് ധ എന്ന അക്ഷരമാണ് എന്ന് പഠിച്ചു. ഈ അക്ഷരം ഏതാണ്? ധ. ധ എന്ന അക്ഷരമാണ്. ഇത് പ. ധൂപ് ഒന്നിച്ച് വരുമ്പോൾ എന്താ വായിക്കുക? ധൂപ്. ഈ പാക്ക് ചിഹ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് അതിനെ പ് എന്ന് വായിച്ചത് കേട്ടോ. ധൂപ് ആ ഗയി. സുബഹ്. ഇത് സ എന്ന അക്ഷരമാണ് കേട്ടോ. സ. പുതിയ അക്ഷരം നമ്മൾ പഠിക്കുകയാണ് ഇപ്പോൾ. എന്താണ്? സ എന്നാണ് ഈ അക്ഷരം. സ. 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 സാക്ക് ഇത് ഊച്ചിഹ്നമാണ്. ഊച്ചിഹ്നം. ഊച്ചിഹ്നം. അപ്പൊ സു. സാന്റെ കൂടെ ഊച്ചിഹ്നം എന്തായി? സു. അടുത്തത് ബ. ബ. ബലൂണിന്റെ ബ. സുബഹ്. ഇത് ഹായാണ്. ഹ. 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 എന്താണിത്? ഹ. സുബഹ്. സുബഹ് കി. സുബഹ്
സുബഹ് കി. ക എന്ന അക്ഷരം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതിന് ഈ ചിഹ്നം ഇട്ടു. കി, ഇതാണ് ഈ ചിഹ്നം. അപ്പൊ കി. ഓക്കെ. ധൂബ് ആ ഗയി സുബഹ് സുബഹ് കി. അപ്പൊ നമ്മളിതിൽ എത്ര ചിഹ്നങ്ങൾ പഠിച്ചു? എ ചിഹ്നം പഠിച്ച്, ഊ ചിഹ്നം പഠിച്ചില്ലേ? ഊ എന്ന ചിഹ്നമാണിത്. ദൂ ദൂ കണ്ടാ, ഊ എന്നുള്ള ചിഹ്നമാണിത്. ഊ എന്ന ചിഹ്നം പഠിച്ച്, ആ എന്ന ചിഹ്നം പഠിച്ചില്ലേ? ആക്കി എങ്ങനെ ദീർഘം നീട്ടണം ഓരോന്നിനും. അപ്പോൾ ആ ഏതൊരു അക്ഷരത്തിന്റെ കൂടെ ഇതുപോലെ അങ്ങനെ ഒരു ചിഹ്നിട്ടാൽ എന്തായി? ആ അക്ഷരത്തിനെ നീട്ടി പറയാം. കാ, പ, ച, അങ്ങനെയൊക്കെ. ഓക്കെ. അടുത്തത് ഗയി. ഘ എന്ന അക്ഷരം പഠിച്ച്, ഈ എന്ന അക്ഷരം പഠിച്ച് ഗയി. അടുത്തത് സ എന്ന അക്ഷരം നമ്മൾ പഠിച്ച് സ. പിന്നെ സാക്കി ചിഹ്നം സു, സാക്കി ഊന്റെ ചിഹ്നം അല്ലേ? നേരത്തെ അവിടെ ഊ എന്നാണ് ചിഹ്നമാണ്. ചിഹ്നങ്ങൾ രണ്ടും ശ്രദ്ധിക്കണം. ഒന്നിങ്ങനെ നേരെ ഇങ്ങനെ വന്നിട്ട് വളഞ്ഞ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതുപോലെ എഴുതിയാണ് ഊ എന്ന് വായിക്കുക. ഊ എന്ന് വായിക്കുക. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് നമ്മൾ നമ്മുടെ അടുത്തേക്ക് മുമ്പോട്ടേക്ക് ഇങ്ങനെ ഇടുന്നതിനെയാണ് ഊ വായിക്കുക. ഓക്കെ. സുബഹ് സുബഹ് കി. ധൂബ് ആ ഗയി സുബഹ് സുബഹ് കി. കലിയാം പ്യാരി പ്യാരി മഹക്കി. കലിയാം പ്യാരി പ്യാരി മഹക്കി. ക എന്ന അക്ഷരം നമ്മൾ നേരത്തെ പഠിച്ചു. ല എന്ന അക്ഷരം പഠിച്ചില്ലേ? ല പഠിച്ച് ഈ ചിഹ്നം കലി, കലിയാം. യ യ ഈ അക്ഷരമാണ് നമ്മൾ നേരത്തെ പഠിക്കാതിരുന്നത്. യ, കലിയാം. ആം എന്ന് നേരത്തെ പഠിച്ചില്ലേ? നമ്മൾ ഫസ്റ്റ് എൻ്റെ ചാപ്റ്ററിൻ്റെ പേര് തുടങ്ങുമ്പോൾ പഠിച്ചില്ലേ? ആം എന്നിവിടെ പഠിച്ചു അല്ലേ? അപ്പോൾ ആം എങ്ങനെയാണ് വരിക എന്നത് നമ്മൾ ഒന്നും കൂടെ ഇവിടെ പരിചയപ്പെട്ടു. അതുകൊണ്ട് തന്നെ എവിടെ ഇത് കാണുകയാണെങ്കിൽ ഇത് ആം എന്നാണ് വായിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആം പ്യാരി പ്യാരി. ഇത് പാൻ്റെ പകുതിയാണ്. പ പ പ ഫുള്ള് എഴുതാതെ പ അങ്ങനെ തുടങ്ങിയിട്ട് ഇത് അവിടെ വെച്ച് നിർത്തി. അപ്പോൾ അത് പാൻ്റെ പകുതി. പ്യാ, അതുകൊണ്ടാണ് പ്യാ പറയണത്. പ് പിന്നെ യാ, പ്യാ. ഇത് പാൻ്റെ പകുതിയാണ്. അപ്പൊ പ് പിന്നെ യാ, പ്യാ, പ്യാരി പ്യാരി. മഹക്കീം. മഹക്ക. ഈ മൂന്നക്ഷരം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? മഹക്കീം. കലിയാം ക്യാരി ക്യാരി മഹക്കീം. ക്യാരി കാന്റെ പകുതിയാണിത്. ക എന്ന അക്ഷരം നമ്മൾ പഠിച്ചതാണ്. കാന്റെ പകുതിയാണ്. ക ഫുള്ള് എഴുതാതെ പകുതിയായിട്ട് എഴുതുക. ക്യാ, ക്യാരി ക്യാരി. അത് എഴുതേണ്ടത് എങ്ങനെയാണ്? ആദ്യം തന്നെ വരയ്ക്കുക. ഇവിടെ ഫുള്ളായിട്ട് കാന്റെ ഫുള്ളായിട്ട് ഇടുക. റൗണ്ട് ഇവിടേക്ക് ഇങ്ങനെ വന്നിട്ട് പകുതി, കുറച്ച് ഫുള്ളാക്കരുത്. കുറച്ചങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുക, ഫുള്ളാക്കാതെ. ഓക്കെ. വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എന്താ ഇത്രയും പാടുള്ളൂ, ഫുള്ളാക്കരുത്. മനസ്സിലായല്ലോ? ഫുള്ളാക്കാതെ പുറത്തേക്ക് ഒന്ന് എടുക്കുക. അതിനെ പുറത്തേക്ക് ഇങ്ങനെ എടുത്താൽ മാത്രം മതി. അപ്പോൾ എന്തായി? ക, സോറി, കാന്റെ പകുതി. കാന്റെ പകുതി ക്യാ. ക്യാ ഇത് ക് നന്നായി. അതിൻ്റെ കൂടെ യായും ചേർന്നപ്പോൾ ക്യാ. ക്യാരി ക്യാരി മഹക്കീം. ക്യാരി ക്യാരി മഹക്കീം. മായും ഹായും കായും നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ? കലിയാം ഇത്തനി സാരി മഹക്കീം. കലിയാം ഇത്തനി സാരി മഹക്കീം. ഇവിടെ പഠിക്കാത്ത അക്ഷരം ഈയും തായുമാണ്. ഈ എന്നും താ എന്നും അല്ലേ? ഇത്തനി സാരി മഹക്കീം. അപ്പൊ ഏതൊക്കെ അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്? ദ, പിന്നെ ഊ ചിഹ്നം ഊ, ദൂ, പ, ഗ ഘ, ഈ, സു, ബ, ഹ, സുബഹ. അതായത് സുബഹ് സുബഹ്. കി, കലിയാം. ഖ, ലിയാം. പ്യാരി പ്യാരി മഹക്കീം. കലിയാം ക്യാരി ക്യാരി മഹക്കീം. കലിയാം ഇത്തനി സാരി മഹക്കീം. ഓക്കെ. എല്ലാവരും ശരിക്കും നന്നായിട്ട് വായിച്ചിട്ട് പഠിക്കുക. അക്ഷരങ്ങളൊക്കെ നിങ്ങൾ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കിന് അക്ഷരങ്ങളൊക്കെ പഠിച്ചു വെക്കുക. നന്നായിട്ട് അക്ഷരങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹിന്ദി നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇനി 2 മാസം സമയമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അക്ഷരങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ.